നമസ്കാരം. ചില വാർത്തകൾ ദുഃഖങ്ങൾ തന്നെയാണ്. എന്നെ വിളിക്കുന്ന ഭൂരിഭാഗം പേരും ദുഃഖിതരാണ്. ഒന്നീ സാമ്പത്തിക ബന്ധനം, ഇല്ലെങ്കിൽ സന്താനങ്ങളെ കൊണ്ടുള്ള ദുഃഖം, തകർന്നുപോയ ദാമ്പത്യത്തെക്കുറിച്ചിട്ടുള്ള ദുഃഖം. ദുഃഖമയം തന്നെയാണ് ജീവിതം. ചിലർ കുട്ടികളെ കൊണ്ടിട്ടുള്ള സംഘർഷങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുമ്പോൾ മറുവശത്ത് കുട്ടികളില്ലാത്തതിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരുടെയുണ്ട്. എന്തും ഏത് വിധേനയും ചികിത്സകളും ആരാധനാലയങ്ങളിൽ പോയിട്ടുള്ള പ്രാർത്ഥനകൾ നടത്തിയിട്ടൊന്നും കുട്ടികൾ ജനിക്കാത്തതിനെ കുറിച്ചിട്ടുള്ള വ്യാകുലതയും ഭീകരമായിട്ടുള്ള മാതാപിതാക്കളാകാൻ മാതാവും പിതാവും ഉണ്ടെങ്കിൽ ആവാൻ ഉള്ള യോഗമില്ലാതെ പോയവരുമൊക്കെ ഉണ്ട്. അച്ഛനമ്മ എന്നൊക്കെ പറയുമ്പോൾ ശക്തിയുണ്ടല്ലോ, അല്ലേ? നമ്മുടെ അച്ഛനും അമ്മ എന്നൊക്കെ പറയുമ്പോൾ അത് അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം പൂർവികമായിട്ടുള്ള ചില വിഷയങ്ങളെടുക്കുമ്പോഴും പൂർവ്വജന്മത്തിലെ ചില വിഷയങ്ങളെടുക്കുമ്പോഴും സന്താനങ്ങളെ അനുഭവിക്കാനുള്ള യോഗം ചിന്തിക്കേണ്ടി വരും. ഞാനിപ്പോൾ പറയുന്നൊരു കാര്യം, ഈ സന്താനങ്ങളെ നശിപ്പിച്ച് കളയുന്നത്, ഉണ്ടായ സന്താനങ്ങളെ നശിപ്പിച്ച് കളഞ്ഞാൽ അതിന് പാപപരിഹാരങ്ങൾ ചെയ്യാനായിട്ട് ഉള്ള നിവൃത്തി ഇന്നില്ല. ഒരു കുട്ടിയെ സൃഷ്ടിക്കപ്പെടുകയും ഒരു കുട്ടി ജനിക്കുകയും ആ കുട്ടിയെ നമ്മൾ ആശുപത്രികളിൽ പോയി ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ ആ കുടുംബത്തിന് എത്ര പറഞ്ഞാലും അതിൻ്റെ ഒരു ദോഷദുരിതങ്ങൾ അതിൻ്റെ അവസാന കാലത്ത് ഉണ്ടാകും, ആ മാതാപിതാക്കൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെയാണ് ഈ കുട്ടികളെ ഇല്ലാതാക്കി കളയുന്ന ഡോക്ടർമാരുടെ അവസ്ഥയും. ഈ കുട്ടികളെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരുപാട് ആശുപത്രികളുണ്ട്, അതിന് സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ഡോക്ടർമാരുമുണ്ട്. ഞാനിത് പറയാനുള്ളതിനൊരു പ്രധാന കാരണം, എനിക്കറിയാവുന്ന ഒരു ഡോക്ടർ, അവരുടെ സ്ഥലം ഞാൻ പറയുന്നില്ല, അവർക്കൊരു ഹോബിയായിരുന്നു. അവർക്ക് ഈ കുട്ടികളെ ഇല്ലാതാക്കി കളയുന്ന, അബോർഷൻ നടത്താനായിട്ട് ഗർഭഛിദ്രം നടത്തുമ്പോഴുണ്ടാകുന്ന പണവും അത് കിട്ടുമ്പോഴുണ്ടാകുന്ന പണം ഉണ്ടാകുന്ന സംതൃപ്തിയും, അവർക്ക് 2 കുട്ടികളൊക്കെ ആൺമക്കളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ സമ്പത്തുമുണ്ട്. പക്ഷേ ഒരു അവസ്ഥയിൽ ഞാനിവരെ പരിചയപ്പെടുകയാണ്. എനിക്ക് അറിയാമുള്ള ഒരു ബന്ധുവിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഡോക്ടറാണ് ഈ സ്ത്രീ. ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു ലേഡിയാണ്. അവർ ഞാനിങ്ങനെ സ്വാമി നിങ്ങളിങ്ങനെ ഫലങ്ങളൊക്കെ പറയുമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറയും. ഞാൻ പറയാം, എന്നാൽ എൻ്റെ ഒരു ഫലം പറയൂ എന്ന് ചോദിച്ചു. എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, ഞാൻ സമ്പന്നയാണ്, എനിക്കിഷ്ടം പോലെ സ്വത്തുണ്ട്, എനിക്ക് 2 ആൺമക്കളുണ്ട്, അവരിങ്ങനെ വിദേശത്ത് വിദ്യാസമ്പന്നരാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് എന്നോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ അവരോട് ഒരു കാര്യം പറഞ്ഞുള്ളൂ, കുട്ടികളെ നശിപ്പിക്കപ്പെടുന്നതിൻ്റെ ശാപം അത് വളരെ വലുതാണ്. ഡോക്ടർ ഇതിൻ്റെ പാപഫലങ്ങൾ അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ അവർ ചിരിച്ചു, പരിഹാസം തന്നെയായിരുന്നു. അവർ ദൈവമില്ല എന്ന് പറഞ്ഞ്, ദൈവം എന്താണ്, ദൈവം എവിടെയാണ് എന്നൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചപ്പോൾ ഇവരോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ വിഷയം അവിടെ വെച്ച് അവസാനിപ്പിച്ചു. പക്ഷേ അതിൻ്റെ അവസാന കാലം ആ ഡോക്ടർ വളരെ കാലം ബോധത്തോടു കൂടി മലമൂത്ര വിസർജനങ്ങൾ ചെയ്യാൻ പറ്റാതെ കിടന്നു. വളരെ അപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ടവരെന്നെ വിളിച്ചു, സ്വാമി ഇവർ മോക്ഷപ്രാപ്തി എപ്പോഴായിരിക്കും, മക്കൾ ചോദിക്കുന്നത് ഇവരെപ്പോഴാണ് മരിക്കുന്നത്. ഞാൻ പറഞ്ഞു ആയിട്ടില്ല. അതിൻ്റെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം, ഈ ഡോക്ടർ ഈ കുട്ടികൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ചിലയ്ക്കുന്നത്, ഈ കുട്ടികൾ എന്തിനാണ് കരയുന്നത് എന്ന് ബോധത്തിലും അബോധാവസ്ഥയിലും പറഞ്ഞുകൊണ്ടേയിരുന്നു. വളരെ ദാരുണമായ ഒരു അന്ത്യമായിരുന്നു ആ ഡോക്ടർക്കുണ്ടായത്. ഇത് ഞാൻ പറയുമ്പോൾ ശാസ്ത്രയുഗത്തിൽ ഇതിനൊക്കെ എത്ര പ്രസക്തി ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എത്ര സന്താനങ്ങൾ ജനിച്ചാലും അതിനെ നശിപ്പിക്കാതിരിക്കുക. ഒരു പക്ഷേ ആ കുട്ടി ജനിച്ചത് 2 കുട്ടികൾ ജനിച്ചു, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കുട്ടിയെ കൂടെ വളർത്താൻ പറ്റാത്തതുകൊണ്ടാണ് നശിപ്പിക്കപ്പെടുന്ന കുട്ടികളുടെ ജീവനും പ്രാണനും എത്ര ജന്മം കഴിഞ്ഞാലും നമ്മളെ വേട്ടയാടും. അതുകൊണ്ട് ജനിക്കുന്ന ശിശുക്കളെ നിങ്ങൾ നശിപ്പിക്കരുത്. അത് വളർത്താനുള്ള, സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ വളർത്താനുള്ള യോഗവും ഈശ്വരൻ തരും. നിങ്ങൾ കർമ്മം ശുദ്ധിയോടുകൂടി ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.